ഇന്നു മുതൽ ഡ്രാമ കഫേ ഒരു പുതിയ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹിഡൻ ലവ് എന്ന ചൈനീസ് ഡ്രാമ. ഈ ഡ്രാമയുടെ ഉള്ളടക്കം എന്തെന്ന് വെച്ചാൽ, സാങ്സി എന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവൾക്ക് തൻ്റെ ബ്രദറായ യാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ദുവാനോട് ഒരു ക്രഷ് തോന്നുകയാണ്. എന്നിട്ട് അവൾ അത് ഭയങ്കര രസകരമായി അവനോട് അവതരിപ്പിക്കുന്നതും ശേഷമുള്ള നല്ല അടിപൊളി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഇത്. അപ്പോൾ കൂടുതൽ ഇൻട്രോ തന്ന് ബോറടിപ്പിക്കാതെ നമുക്ക് വേഗം എക്സ്പ്ലനേഷനിലോട്ട് പോകാം. ഈ സ്കൂൾ ബാഗും തൂക്കിയിട്ട് ഓടുന്ന ഇവളാണ് ഈ കഥയിലെ നായിക സാങ്സി. അവൾ ഒരു കാറിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. എന്നിട്ട് ആ ഡിക്കിലുള്ള ഓരോ സാധനങ്ങളായിട്ട് എടുക്കുന്നു. പെട്ടെന്നാണ് ഒരു പയ്യൻ അവളുടെ പിന്നിൽ വന്ന് നിന്നിട്ട് നിനക്കെന്താ ഇവിടെ പണിയെന്ന് ചോദിക്കുന്നത്. അവൾ ഞെട്ടിത്തരിച്ചുകൊണ്ട് അവന് നോക്കുന്നു. ഇനി ഇവനാണ് കഥാനായകൻ ദുവാൻ. പക്ഷേ ഇവൾ ആദ്യമല്ലോ ഇവനെ ഇങ്ങനെ കണ്ട് ഞെട്ടി നിൽക്കുന്നത്. ഇതിനു മുന്നേയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ആ കഥയിലോട്ടാണ് പോകുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക്. സാങ്സിയുടെ കുട്ടിക്കാലം. സ്കൂളിൽ ക്ലാസ്സിൽ മാത്സ് സാറ് എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സാങ്സി അതൊന്നും ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് മനസ്സിലാക്കിയ സാറ് അവളെ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഇപ്പോൾ താൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചതും അവൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവൾ പറഞ്ഞതാണെങ്കിലോ പൊട്ടത്തെറ്റ്. അതുകൊണ്ട് തന്നെ ആ സാറിന് ദേഷ്യം പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേ ക്ലാസ്സിലോട്ട് വരുമ്പോൾ പാരൻസിനെയും കൂട്ടി വരണമെന്ന് സാർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു. ക്ലാസ് കഴിഞ്ഞ് പോകുന്ന അവൾ ഭയങ്കര വിഷമത്തിലാണ്. കാരണം അടുത്ത ദിവസം പാരൻസിനെ കൊണ്ട് വരാനുള്ളതാണല്ലോ. അമ്മയോടും അച്ഛനോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കഥ കഴിയും. അതുകൊണ്ട് തന്നെ അവൾ കണ്ടെത്തിയ വഴിയാണ് അവളുടെ ചേട്ടനോട് പറയുക. ചേട്ടനാണെങ്കിൽ ഇപ്പോൾ കോളേജിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വല്ലപ്പോഴുമേ വീട്ടിലോട്ട് വരാറുള്ളൂ. ഏതായാലും അവൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, ഇന്ന് വീട്ടിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി കോളേജിലായതിനു ശേഷം എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ വേണ്ടേ. എന്നാൽ അവൻ അതിന് റിപ്ലൈ കൊടുക്കുന്നത് വേണ്ട എന്ന് തന്നെ. എന്നാൽ ചേട്ടനെ അതത്ര വലിയ ഗൗരവത്തിലൊന്നും എടുക്കുന്നില്ല. അവൻ വരില്ലെന്ന് തന്നെ പറയും. അതോടുകൂടി അവളുടെ ആ പ്രതീക്ഷയും പോയി. അങ്ങനെ വീട്ടിലെത്തിയ അവള് ഏതായാലും അവൾ പേടിച്ചുകൊണ്ട് അമ്മയോട് ആ കാര്യം പറയുകയാണ്, നാളെ സ്കൂളിലോട്ടൊന്ന് വരണമെന്നുള്ള കാര്യം. പക്ഷെ അത് പറയാൻ തുടങ്ങിയതും അമ്മ അവൾക്കൊരു ജോലി കൊടുക്കുകയാണ്. കുറച്ച് കട്ട് ഫ്രൂട്ട്സ് അത് മുകളിലോട്ട് കൊണ്ടുപോയി കൊടുക്കണം, അവിടെ നിന്റെ ബ്രദർ എത്തിയിട്ടുണ്ടെന്ന്. എന്നാൽ ഞാൻ ഓൾറെഡി ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞിട്ട് അവൾ ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. എന്നാൽ റൂമിലെത്തിയ അവൾ അതിസുന്ദരനായ ഒരു പയ്യനെയാണ് കാണുന്നത്. അവനെ കണ്ട് വാ പൊളിച്ചുകൊണ്ട് അവൾ അറിയാതെ ചോദിക്കും, ചേട്ടാ നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തോ? ഒരു നിമിഷം അവൾ തെറ്റിദ്ധരിച്ചു ഈ നിൽക്കുന്നത് അവളുടെ ചേട്ടനാണെന്ന്. എന്നാൽ ശരിക്കുമുള്ള ഞാൻ പിന്നിൽ വന്ന് നിന്നിട്ട് പറയും, കുട്ടി പിശാച് വഴിയിൽ മാറുന്നു. അപ്പോഴാണ് അവൻക്ക് മനസ്സിലായത് ഇത് മറ്റൊരാളാണെന്ന്. എന്നിട്ട് ചേട്ടൻ അവളോട് പറയും, ഈ പ്രാവശ്യം നീ എന്താ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? വെറുതെ എന്നോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു, എന്നെ മിസ് ചെയ്യുന്നെന്ന് പറയുന്നു. എന്തെങ്കിലും നീ ഒപ്പിക്കാതെ അങ്ങനെ ഒന്നും പറയില്ലെന്ന് എനിക്ക് അറിയാം. അതിന്റെ ഇടക്കാണ് തുവാൻ അങ്ങോട്ട് വന്നിട്ട് പറയും, എടാ നിന്നെ എന്നെ കാണാൻ ഒരുപോലെയുണ്ടോ? ഇവള് എന്നെ കണ്ടിട്ട് നീയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ അതോടുകൂടി അവളെ നന്നായിട്ട് കളിയാക്കി. പിന്നീട് അവര് തമ്മിൽ ഭയങ്കര ഫൈറ്റും. പക്ഷെ സാങ്സിക്ക് ഇപ്പൊ ചേട്ടൻ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് അവള് തന്നെ കോംപ്രമൈസ് ചെയ്ത് എന്നിട്ട് ചേട്ടനോട് സ്വകാര്യമായിട്ട് പറയും, ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരുമോ? എന്നാൽ അത് കേട്ടതും ചേട്ടൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യില്ല. അതോടുകൂടി സാങ്സിക്ക് പെട്ടെന്ന് കരച്ചിൽ വരാൻ തുടങ്ങും. അത് കണ്ട് ഞാൻ പറയും, എടി കുട്ടി പിശാചെ നീ വെറുതെ കരയല്ലേ, അമ്മയെക്കൊണ്ട് എനിക്ക് വഴക്ക് കേൾപ്പിക്കാനുള്ള ഐഡിയ അല്ലേ എന്ന് പറഞ്ഞതും ഇവള് അല്ലറി വിളിച്ചുകൊണ്ട് ഇവനെന്നെ അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. എന്നാൽ ഇവന് പറയുന്നുണ്ട് ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. എന്നാൽ അമ്മ അങ്ങോട്ട് വന്ന് ഞാൻ നന്നായിട്ട് കിട്ടി. അവനെയും കൊണ്ട് പുറത്തോട്ട് പോയിട്ട് പറയും, ഏട്ടാ നിന്റെ ഫ്രണ്ട് ഇവിടെ ഇല്ലേ, അപ്പോഴെങ്കിലും നിനക്ക് മര്യാദക്കൊന്ന് നിന്നൂടെ, എന്തിനാ എപ്പോഴും അവളുമായിട്ട് ഇങ്ങനെ കൊത്തിക്കൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ വഴക്ക് പറയുന്നു. അങ്ങനെ അവർ പുറത്തു പോയതിന് ശേഷം ദുവാന് അവളോട് പറയും, നീ എന്തിനാ അങ്ങനെ വലിയ പ്രശ്നമുണ്ടാക്കിയത്? അതുകൊണ്ടല്ലേ അമ്മയുടെ അടുത്ത് നിന്ന് അവൻക്ക് വഴക്ക് കേട്ടത്. ഏയ് അവനെ ഒന്നും അമ്മ ചെയ്യില്ല. അവർ രണ്ടുപേരും എൻ്റെ മുന്നിൽ വെച്ച് ഓരോ ആക്ടിങ്ങാ. എനിക്കത് അറിയില്ലെന്നാ വിചാരം. ഞാനിത് ചെറുപ്പം മുതലേ കാണുന്നതാ. പെട്ടെന്ന് ഇവൾക്കൊരു ഐഡിയ തോന്നുന്നു. എന്നിട്ട് ഇവനോട് പറയും, നീ നാളെ ഫ്രീ ആണോ? നീ എൻ്റെ സ്കൂളിലോട്ടൊന്ന് വരുമോ എൻ്റെ സ്വന്തം ബ്രദർ എന്ന പേരിൽ? അത് കേട്ട് ഇവനൊന്ന് ഞെട്ടിയിട്ട്, എന്താ കാര്യം? നീ എന്താ അവിടെ കുഴപ്പമുണ്ടാക്കിയേ? ഞാനൊരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. പക്ഷെ മാത്സ് സാർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല, അത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വരുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവന് തനിക്ക് ഒഴിവില്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇവൾ വിടുന്നില്ല. എന്നാൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ സ്വകാര്യം പറയുന്നത് കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയും, എടാ അവൾ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കണ്ടട്ടാ, എന്തേലും പണി ഒപ്പിക്കാനായിരിക്കും അവളുടെ ഉദ്ദേശം. അങ്ങനെ ഞാനും ദുവാനും കൂടി തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. എന്നാൽ ഇവൾക്ക് ഒരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. അവൾ അവൻ്റെ പിന്നാലെ നടന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർ പോകുന്നത് കണ്ടിട്ട് അമ്മ പറയും, നിങ്ങൾ ഡിന്നർ കഴിക്കാതെ പോവുകയാണോ? ഞാനിവിടെ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കുകയാണല്ലോ. എന്നാൽ ദുവാൻ പറയും, എനിക്ക് പാർട്ട് ടൈം ജോബ് ഉണ്ട്, പിന്നെ ഒരിക്കലാകാമെന്ന്. അങ്ങനെ പോകാൻ നിന്ന അവൾ വീണ്ടും അവനോട് ചോദിക്കുകയാണ്, പ്ലീസ് എങ്ങനെയെങ്കിലും നാളെ ഒന്ന് സമയം ഉണ്ടാക്കി വരുമോ എന്ന്.
പിന്നെ അവന് ചോദിക്കും നിനക്ക് എന്തുകൊണ്ട് നിന്റെ ചേട്ടനോട് ഈ സഹായം ചോദിച്ചൂടാ. അതിലവൾ പറയും ഞാൻ ഓൾറെഡി അത് ചോദിക്കാൻ നിന്നതായിരുന്നു, അതിൻ്റെ ഇടയിലാണല്ലോ ആ പ്ലാസ്റ്റിക് സർജറി പറഞ്ഞിട്ട് ആകെ പ്രശ്നമായത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ വഴക്ക് കൂടാ നീ തന്നെയാണ് കാരണം. ആ കാര്യം നീ ഇവിടെ പറഞ്ഞത് കൊണ്ടാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഈ കാര്യം നിറവേറ്റി തരല് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നും പറഞ്ഞ് അവൾ കൺവിൻസ് ചെയ്യാൻ നിൽക്കുന്നു. എന്നാൽ ഞാൻ വീണ്ടും അങ്ങോട്ട് വന്നിട്ട് പറയും എന്താ ശരിക്കും നിങ്ങൾ തമ്മിൽ ഇവിടെ. എന്നിട്ട് അവളെ ഒരുപാട് ഹരാസ് ചെയ്യും, കുട്ടി പിശാചെ എന്നൊക്കെ വിളിച്ചിട്ട്. അതിലവൾ ദേഷ്യം പിടിച്ചുകൊണ്ട് പറയും ഞാൻ ഇപ്പോഴും കുട്ടിയൊന്നല്ല, ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് കേട്ട് ദുവാനൊന്ന് ഞെട്ടിയിട്ട് നീ 8ാം ക്ലാസ്സിലാണോ, അപ്പം നിനക്ക് 14 വയസ്സുണ്ടോ. അതിൽ അവളും കുറച്ച് സങ്കടത്തോട് ചോദിക്കും നീയും എന്നെ കളിയാക്കുകയാണോ ഞാൻ വലിപ്പമില്ലാത്തത് കൊണ്ട്. ഏയ് എന്ന് പറയാൻ തുടങ്ങിയതും ഞാൻ പറയും അതെ അവൻ കളിയാക്കി തന്നെയാണ്, നിന്റെ ക്ലാസ്സിൽ നീ ആയിരിക്കുമല്ലേ ഏറ്റവും ചെറുത്. അതിൽ പിന്നെ ഇവർ രണ്ടുപേരും വീണ്ടും വഴക്കായി. അതിൽ ഞാൻ പോയതിനു ശേഷം ഇവള് വീണ്ടും ദുവാനോട് ചോദിക്കും ശരിക്കും നീ നാളെ വരുമോ. എന്നാൽ അവന് ഇവളോട് ചോദിക്കും നീ ഏത് ക്ലാസ്സിലാണ്, നിന്റെ ഡിവിഷൻ ഏതാ. അങ്ങനെ അവളോട് ഫുൾ ഡീറ്റെയിൽസും കളക്ട് ചെയ്തുകൊണ്ട് അവന് പോകുന്നു. എന്നാലും ഇപ്പോഴും അവന് വരുമോ ഇല്ലയോ എന്നൊരു തക്കതായ മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇനി അങ്ങനെ ഒരു ഭാഗം കാണിച്ചുകൊണ്ട് വീണ്ടും പ്രസന്റിലോട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ജാങ്ജി കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട്, ഇപ്പോൾ 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ അവൾ രാവിലെ എഴുന്നേറ്റ് സ്കൂളിലോട്ടൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ബ്രദർ യാൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവന് ഹോസ്റ്റലിൽ നിന്നും 1 മാസത്തിന് ശേഷമാണ് വരുന്നത്. എന്നാൽ ഇവൾ അവനെ കണ്ടിട്ടും വല്ല മൈൻഡൊന്നും ഇല്ലാതെ അങ്ങനെ വന്നിരിക്കും. അവനാണെങ്കിലോ ഇവളോട് പിന്നാലെ നടന്നിട്ട് നീ എന്നെ കണ്ടില്ലേ, ഇത്രയും കാലമായിട്ട് നിനക്ക് എന്നെ മിസ് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾ ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛനോട് പറയും അച്ഛൻ്റെ കാർ ഒന്ന് തരണം, ഞങ്ങളെ പഴയ ഹോസ്റ്റലിൽ നിന്നും പുതിയ ഹോസ്റ്റലിലോട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. പിന്നെ എൻ്റെത് മാത്രമല്ല പിന്നെ എൻ്റെ റൂംമേറ്റ്സിൻ്റെത് കൂടെ ഉണ്ട്. അത് കേട്ടപ്പോൾ ജാങ്ജി ഒന്ന് ഞെട്ടി. എന്നിട്ട് അവനോട് ചോദിക്കും റൂംമേറ്റ്സോ, ഏതാ ഇപ്പോൾ നിന്റെ റൂംമേറ്റ്. അവള് ദുവാനെയാണ് തരയുന്നത്. എന്നാൽ അവന് പറയും അറിഞ്ഞിട്ട് നിനക്കെന്തിനാ, അതിലിവള് എനിക്കും നിന്നെ സഹായിക്കണം, ഒരുപാട് തിങ്സ് ഇല്ലേ നിൻ്റെത് ഇങ്ങോട്ട് മാറ്റാൻ, ഞാനും നിന്നെ സഹായിക്കാം. അതിൽ അവന് പറയും നീ എന്നെ സഹായിക്കാമെന്നോ, നീ എന്നെ സഹായിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ലഗേജിൻ്റെ ഭാരം കൂടത്തേ ഉള്ളൂ, നീ നിന്റെ പണി നോക്കി നിന്നാൽ മതി എന്ന്. എന്നാൽ അവൾ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ പറയും എടാ അവൾ അത്രക്കും പറയുന്നതല്ലേ, പിന്നെ നിനക്കൊന്ന് സമ്മതിച്ചാൽ എന്താ. പിന്നെ അത് മാത്രമല്ല നിന്റെ ഇപ്പോഴത്തെ ഹോസ്റ്റല് അവളുടെ സ്കൂളിന്റെ അടുത്തല്ലേ, സ്കൂൾ കഴിഞ്ഞ് അവൾ നേരെ അങ്ങോട്ട് വന്നോളും. പിന്നെ അമ്മയുടെ ഉത്തരവ് വന്നതോടുകൂടി അവൻക്ക് പിന്നെ ഒന്നും പറയാനില്ലാതായി. അങ്ങനെ അടുത്ത ദിവസം ജാങ്ജി വേഗം സ്കൂളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടാണ് വരുന്നത്. എന്നിട്ട് യാനെ വിളിച്ചിട്ട് അവൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവനൊരു ഗെയിം കളിച്ച് അതിൽ ഹാരം കയറി നിൽക്കണേ. നീ ശരിക്കും വന്നോ, അപ്പോൾ നീ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ. എന്നിട്ട് അവന് പറയും പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്റെ അടുത്തോട്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല, ഞാൻ ഒരു കാര്യത്തിൽ ഭയങ്കര ബിസിയാണ്, വേണമെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഹോസ്റ്റലിൻ്റെ റൂം നമ്പർ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ജാങ്ജി അങ്ങോട്ട് വരുമ്പോഴാണ് അവളുടെ അച്ഛൻ്റെ കാറ് അവിടെ കിടക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവൾ അതിൻ്റെ അടുത്തോട്ട് വന്ന് അതിലെ ഡിക്കിലെ സാധനങ്ങളെല്ലാം നോക്കുകയാണ്. ഈ രംഗമാണ് നമ്മൾ ഈ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടത്. അതിൽ നിന്ന് ആദ്യം തന്നെ അവൾക്കൊരു ഡോളിനെ കിട്ടി. പിന്നെ നോക്കുമ്പോഴാണ് ദുവാന്റെ പേര് എഴുതിയ ഏതോ ഒരു ബുക്ക്. അവൾ അത് സൂക്ഷിച്ച് നോക്കുന്നതിൻ്റെ ഇടയിലാണ് ദുവാൻ അവളുടെ പിന്നിൽ വന്നിട്ട് അവളെ പേടിപ്പിച്ചത്. ദുവാനെ കണ്ട് അവളും ഭയങ്കര ഹാപ്പിയായി. ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും അവനെ കാണുന്നത്. അവനും പറയും നീ ജാങ്ജിയല്ലേ, നീ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ, എനിക്ക് നിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടിട്ട് മനസ്സിലായില്ല. അതിലവൾ പറയും ഞാൻ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് എൻ്റെ സാധനങ്ങളാണല്ലോ നീ മോഷ്ടിക്കാൻ നോക്കുന്നത്. അപ്പോഴാണ് അവളുടെ കയ്യിലുള്ള ഡോള് അത് ഇവൻ്റെതാണെന്ന് മനസ്സിലായത്. സോറി, ഇത് നിങ്ങളുടേതായിരുന്നോ, എനിക്ക് അറിയില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അതിലവന് പറയും നിനക്ക് ആ ഡോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ അത് എടുത്തോ. പക്ഷെ അവള് ഞാനിപ്പോൾ പഴയ കുട്ടിയൊന്നല്ല, ഞാൻ 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇപ്പോഴും ഡോൾ വെച്ചൊന്നും ഞാൻ കളിക്കാറില്ല. അത് കേട്ട് അവനൊന്ന് ചിരിച്ചിട്ട് പറയും നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഇതെന്നെ കളയാണ്. പക്ഷെ അത് കേട്ടപ്പോൾ അവൾക്ക് സഹിച്ചില്ല. കളയാണെങ്കിൽ പിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവൾ അത് കൈക്കലാക്കുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അവര് ആ ഹോസ്റ്റൽ റൂമിലെത്തി. എന്നാൽ ഞാൻ അപ്പോഴും ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഇവള് പറയും അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ ബിസി. അതിൽ അവനും പേടിച്ചിട്ട് പറയും നീ ചുമ്മാതിരുന്നേ, ഞാൻ ഇതുവരെ ഇതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കായിരുന്നു, ഇപ്പൊ ഒന്ന് റെസ്റ്റ് എടുത്തതേ ഉള്ളൂ. അങ്ങനെ അവരെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ആ റൂമിൽ തന്നെയുള്ള മറ്റൊരു പയ്യൻ. ബാൽക്കണിയിൽ നിന്നാണെങ്കിൽ വേറൊരു പയ്യൻ ഇവിടെ ഏതോ ഒരു പെൺകൊച്ചിന്റെ സൗണ്ട് എന്ന് പറഞ്ഞ് നേരെ അടുത്തോട്ട് വരുമ്പോൾ ഞാൻ അവനെ പിടിച്ചു വെച്ചിട്ട് പറയും ഇതെന്റെ സിസ്റ്ററാണ്, മര്യാദക്ക് മാറി നിന്നോണം. അങ്ങനെ അവരെല്ലാവരും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ദുവാൻ ഇപ്പോഴും ഇവളോട് കൊച്ചു പെൺകുട്ടിയെ പോലെയാണ് പെരുമാറുന്നത്. അത് കണ്ട് മനസ്സിലാക്കിയ ജാങ്ജി നേരെ അവന്റെ അടുത്തോട്ട് വന്നിട്ട് പറയും ഞാനിപ്പോ കൊച്ചു പെൺകുട്ടിയൊന്നുമല്ല. ദുവാൻ ഒന്ന് ഞെട്ടിയിട്ട് ഓ സോറി ശരിയാ, ഇപ്പൊ നീ തനി പെണ്ണായിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നു. അവൾക്കെന്തോ ആ മറുപടി ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി. ശേഷം ഇവരെല്ലാവരും
എല്ലാവരും ഒത്തുകൂടിയതല്ലേ. ഇവരുടെ കൂടെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗസ്റ്റും ഉണ്ടല്ലോ സാങ്സി. അതുകൊണ്ട് തന്നെ അവർ പുറത്തു നിന്ന് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു. ഏതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ദുവാൻ പറയും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എനിക്കതിന് സമയമില്ല, എനിക്ക് ജോലിക്ക് പോവാൻ ടൈമായി എന്നും പറയുന്നു. അത് കേട്ട് കൂടെയുള്ള തടിയൻ പറയും, സത്യം പറയടാ, നീ ഈ ജോലി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കല്ലേ ഞങ്ങളെ, നീ ശരിക്കും നിന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ വെറുതെ ചൊടി പിടിപ്പിക്കുന്നു. എന്നാൽ ദുവാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ നിന്നും പോകുന്നു. അവന് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ സാങ്സി എല്ലാവരോടുമായി ചോദിക്കും, അതല്ല ഇനി സത്യത്തിലും അവൻക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, ഒരു പക്ഷേ അവൻ എനിക്ക് തന്ന ഈ ഡോള് അത് അവന്റെ ഗേൾ ഫ്രണ്ട് കൊടുത്തതായിരിക്കുമോ. അതിൽ അവർ പറയും, നീ ധൈര്യമായിട്ട് ആ ഡോൾ എടുത്തോ, അവൻക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല, അവന് പഠിത്തം കഴിഞ്ഞാൽ ജോലി, ജോലി കഴിഞ്ഞാൽ പഠിത്തം, അതിന്റെ ഇടയിൽ എവിടെയാ ഈ ഗേൾ ഫ്രണ്ടിനെ ഉണ്ടാക്കാനൊക്കെയുള്ള ടൈം. അത് കേട്ടതും സാൻസിക്ക് കുറച്ച് സമാധാനമായി. എന്നിട്ട് അവളും ഫുഡ് കഴിക്കാനൊന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ്. പക്ഷെ അവൾ ആ ഡോള് ബാഗിലാക്കുകയാണ് എന്നൊരു രീതി അവിടെ വരുത്തിക്കൊണ്ട് തൻ്റെ ഒരു ബുക്ക് അവിടെ വെക്കുകയും പകരം ദുവാന്റെ ബുക്ക് അടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീട്ടിലെത്തി അവൾ ദുവാന്റെ ആ ബുക്ക് വായിക്കാൻ നോക്കുന്നുണ്ട്. അവൾക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അതോടുകൂടി അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, താനും ദുവാനും തമ്മിലുള്ള അന്തരം എത്രത്തോളം ഉണ്ടെന്ന്. ഇനി ഇവിടെ ഹോസ്റ്റൽ റൂമിലാണെങ്കിലോ രാത്രിയായി, ദുവാന് ജോലിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. അതിലാണ് ഞാൻ അവനോട് പറയുന്നത്, എടാ എൻ്റെ സിസ്റ്റർ ഇപ്പോൾ വിളിച്ചിരുന്നു, അവളേതാ ബുക്ക് നിന്റെ ബെഡിൽ മറന്നു വെച്ചെന്നൊക്കെ പറയുന്നു, അതേതാ ഒന്ന് തെരഞ്ഞെടുത്ത് അതൊന്ന് കൈകാര്യം ചെയ്തേ. അങ്ങനെ യാന്റെ ഫോണിൽ നിന്ന് ദുവാൻ അവൾക്ക് വിളിക്കുന്നുണ്ട്. യാനാണ് വിളിക്കുന്നതെന്നും വിചാരിച്ചിട്ട് അവൾ ആദ്യം കുറച്ച് ദേഷ്യത്തോടെയാണ് എടുത്തതെങ്കിലും പിന്നീട് അത് ദുവാനാണെന്ന് മനസ്സിലായതും അവൾ ഭയങ്കര ഇംപ്രസ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് ബുക്ക് ഏതാണെന്ന് ചോദിക്കുന്നു. യാന്റെ അടുത്ത് കൊടുത്തു വിടാമെന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് പറയും, ഏയ് അത് പറ്റില്ല, അത് എന്റെ ബുക്കാണ്, എനിക്ക് നാളെ റൈറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ്, പിന്നെ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, ഞാനിപ്പോൾ ഓൾറെഡി ഉറങ്ങാനുള്ള ടൈമായി, ഇനി എനിക്ക് എഴുതാനൊന്നും വയ്യ, എനിക്കാണെങ്കിൽ അത് നാളെ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. അത് കേട്ട് ഇവനിക്ക് മനസ്സിലായി, സത്യം പറ, നിനക്ക് എഴുതാൻ മടിയുണ്ടല്ലേ, നീ എന്നെ കൊണ്ട് എഴുതിപ്പിക്കാനുള്ള വഴിയല്ലേ. എന്നിട്ട് അവൻ്റെ വക കുറച്ച് ഉപദേശം കൊടുക്കുന്നു. എന്നിട്ട് അവസാനം പറയും, ഒരു കാര്യം ചെയ്യേ, ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് വാ, നമുക്ക് അവിടെ നിന്ന് എഴുതാം, ഞാൻ എന്നെ ഹെൽപ്പും ചെയ്യാം എന്ന് പറയുന്നു. അത് കേട്ടതും അവൾക്ക് ഭയങ്കര സന്തോഷമാക്കി. എന്നിട്ട് അവൾ അലാറമൊക്കെ വെച്ച് രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് അവനെ വിളിച്ചുണർത്തുന്നു. എന്നിട്ട് അവന് പറഞ്ഞ ആ ബസ് സ്റ്റോപ്പിൽ അവനെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ അവനെ കാണുന്നതേ ഇല്ല. അതിൻ്റെ ഇടക്കാണ് അവൾ വിചാരിക്കുന്നത്, ഇനി അവന് എന്നെ പറ്റിക്കുകയാണോ, ഇതുപോലെ ഞാൻ അവനെ കാത്തു നിന്ന ഒരു സമയമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. അന്ന് അവളുടെ ചേട്ടനായിട്ട് അവന് സ്കൂളിലോട്ട് വരാമെന്ന് പറഞ്ഞ ആ ദിവസത്തിലോട്ട്. കൊച്ചു സാങ്സി അന്ന് സ്കൂളിൽ അവനെയും വെയിറ്റ് ചെയ്ത് ഏകദേശം വൈകുന്നേരമായി. അവനെ കാണുന്നതേ ഇല്ല. അതുകൊണ്ട് അവൾ ഭയങ്കര സങ്കടത്തിലാണ്. മാത്സ് സാർ ആണെങ്കിൽ വീണ്ടും അവളോട് വന്ന് പറയും, ഇന്ന് നിന്റെ പാരന്റ് വരുമെന്ന് പറഞ്ഞിട്ട് വരുമല്ലോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാം, ഞാൻ അവർ വരുന്നത് വരെ അവിടെ സ്റ്റാഫ് റൂമിൽ അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് അവളെ ഭീഷണിപ്പെടുത്തി പോകുന്നുണ്ട്. ഇവളാണെങ്കിൽ അവൻ വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല, അവൻ തക്കതായിട്ടുള്ള ഒരു ആൻസറും കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഇവൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഡ്രാമയുടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നത്. ഇനി അവൻ വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. അപ്പോൾ ഇതുവരെ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.